ഇന്നത്തെ കാലത്ത് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെന്ന് കയറാൻ പേടിയാണ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞാൽ പ്രത്യേകിച്ച് ബാങ്കുകൾ, അതുപോലെ മറ്റ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടക്കുന്ന സ്ഥാപനങ്ങളിൽ നമുക്ക് ചെന്ന് കയറാൻ പേടിയാണ്. കാരണം എന്താ, നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നമുക്ക് ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതായിട്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് രീതികൾ ഇവർ നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യും. കഷ്ടകാലം എന്ന് പറയട്ടെ, ചില സമയത്ത് നമ്മളത് എടുത്തു പോവുകയും ചെയ്യും. ഇത് വളരെ വലിയൊരു പ്രോബ്ലമാണ്. ഇന്ന് ബാങ്കുകളിലൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ റിലേഷൻഷിപ്പ് മാനേജർമാരുണ്ട്. അപ്പം നമ്മളെ ദിനം പ്രതി ഇവർ വിളിക്കും, പല രീതിയിലുള്ള സ്കീമുകൾ, പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ. ഇനി ബാങ്കുകൾ വിട്ടേക്കുക, ചില സമയത്ത് ചില ഏജന്റുമാർ നമ്മളെ വീടുകൾ വരും, നമ്മളെ അന്വേഷിച്ച് വരും, നമ്മളെ വിളിച്ച് ശല്യപ്പെടുത്തും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ തലയിൽ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് പ്രൊഡക്റ്റ് എടുത്തിട്ട് നമ്മളെ തലയിൽ വെച്ച് തരും. പക്ഷെ ഇതൊക്കെ വെക്കുന്നതിന് മുന്നേ ഇവർ നമ്മുടെ അടുത്ത് കുറേ കാര്യങ്ങൾ പറയും. ഇത് കേൾക്കുമ്പോൾ നമുക്കിത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നും. അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു 10 വർഷം നിങ്ങൾ ഓരോ ലക്ഷം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു 2 ലക്ഷം രൂപ വെച്ച് നിങ്ങൾ 10 വർഷം ഇൻവെസ്റ്റ് ചെയ്യും. നിങ്ങളുടെ ജീവിതകാലം മുഴുവനും അല്ലെങ്കിൽ 35 വർഷമോ 30 വർഷമോ ഒക്കെ നിങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ, 1.25 ലക്ഷം രൂപ മാസം കിട്ടും. അത് കഴിഞ്ഞ് 35 വർഷം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു 40 ലക്ഷം റുപ്യ എക്സ്ട്രാ കിട്ടും എന്ന് പറയും. ഇതിന്റെ കണക്കുണ്ടാവും, ഇതിന്റെ ബ്രോഷർ ഉണ്ടാവും, ഇതിന്റെ ചാർട്ട് ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും നിങ്ങളെ മുന്നിൽ പ്രസന്റ് ചെയ്യും. അപ്പൊ നമ്മൾ എന്താ ആലോചിക്കുന്നു, ഇപ്പൊ 1 ലക്ഷം റുപ്യ ഇട്ടാല് 35 ലക്ഷം കഴിയുമ്പോൾ ഒരു 1.25 ലക്ഷം രൂപ വെച്ച് കിട്ടുന്നു. അവസാനം നമുക്കൊരു 40-45 ലക്ഷം വേറെ എക്സ്ട്രാ കിട്ടുന്നു. ഇത് ഭയങ്കര ലാഭമല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇതിന്റെ പ്രശ്നം കിടക്കുന്നത് ഇവിടെ അല്ല. ഇതിന്റെ റിട്ടേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു. വളരെ മോശപ്പെട്ട് കിടക്കുന്ന ഒരു റിട്ടേൺ, അതായത് സേവിങ്സ് ബാങ്കിൽ പോലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിട്ടേണിനേക്കാൾ വളരെ കുറവായിരിക്കും. എന്തിനാണ് ഇവർ ഇത്തരത്തിലുള്ള സാധനങ്ങള് ഈ പാവപ്പെട്ട ജനങ്ങളുടെ മേലെ, അല്ലെങ്കിൽ അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന ആ ക്യാഷിന്റെ മേലെ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഈ ആളുകളെ കുഴി ചാടിക്കുന്നു എന്നുള്ള വളരെ വലിയൊരു ചോദ്യമാണ്. എന്നാൽ ഇതിനുള്ള ഒരു ഉത്തരം ഇതിനുള്ള സൊല്യൂഷനും നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത്തരത്തിലുള്ള പല പ്രൊഡക്ട്സുകളും വരുന്ന സമയത്ത് നമ്മളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന ഈ നമ്പറെല്ലാം വിട്ടിട്ട് നമ്മൾ ഇതിന്റെ മാത്തമാറ്റിക്സ് ഒന്ന് ചെയ്തു നോക്കുക, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നതെന്നൊന്ന് പഠിക്കാനുള്ള ഒരു ക്ഷമ നമ്മൾ കാണിച്ചിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് രീതികളിൽ ചെന്ന് പെടാൻ പാടുള്ളൂ. ഇൻഷുറൻസും സ്റ്റോക്ക് മാർക്കറ്റും കൂടി കണക്ട് ചെയ്തിട്ട് ഇൻഷുറൻസ് ലിങ്ക്ഡ് പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ മുന്നിലോട്ട് ഒരുപാട് പേര് അവതരിപ്പിക്കും. അത് അവതരിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എല്ലാവർക്കും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലോട്ട് സ്വാഗതം. ഒരു ഇൻഷുറൻസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതി, ഇത് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ഇതൊരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിഫ്റ്റി 200 മൊമെന്റം 30, നിഫ്റ്റി 500 ക്വാളിറ്റി 30 ഇൻഡെക്സിലാണ് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഏറ്റവും ക്വാളിറ്റി ഉള്ള ഫണ്ടുകളിലാണ്, ഏറ്റവും കൂടുതൽ ആൽഫ ജനറേറ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ്, ഏറ്റവും കൂടുതൽ മൊമെന്റം ജനറേറ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ്. ഇത്തരത്തിലുള്ള പല നമുക്ക് അറിയാത്ത വേർഡ്സ് ഇവർ ഉപയോഗിക്കും. എന്നിട്ട് ഇവർ നമ്മളടുത്ത് പറയും, നിങ്ങൾ ആദ്യത്തെ 1 വർഷം തൊട്ട് 12 വർഷം വരെ എന്ന് പറയുമ്പോൾ 12 വർഷക്കാലം ഓരോ കൊല്ലം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ 2 ലക്ഷം 2 ലക്ഷം 2 ലക്ഷം വെച്ചിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ 12 കൊല്ലം കൊണ്ട് എത്ര ഇൻവെസ്റ്റ് ചെയ്യും? 24 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യും. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് അവിടെ കഴിഞ്ഞു. എന്നിട്ട് ഇവർ പറയും 18ാമത്തെ കൊല്ലം തൊട്ട്, ഇവിടെ നോക്കണം, 18ാമത്തെ കൊല്ലം തൊട്ട്, ഈ 18ാമത്തെ കൊല്ലം തൊട്ട് 18 കഴിഞ്ഞ് 19 കഴിഞ്ഞ് അവസാനം 41 കഴിഞ്ഞ് 42 കഴിഞ്ഞ് 53 കൊല്ലം വരെ, അതായത് 52 കൊല്ലം വരെ കൃത്യം പറഞ്ഞ എത്ര വെച്ച് നമുക്ക് ഇവർ തരും? 1,15,000 രൂപ നമുക്ക് തരും. ഓരോ വർഷവും നമുക്ക് 1,15,000 1,15,000 തരും. പക്ഷേ ഇതിന്റെ അവസാനത്തെ കാര്യമാണ് ഏറ്റവും ഇവിടെ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത്. അവസാനം ഇവർ പറയും, ഈ 53ാമത്തെ വർഷം നിങ്ങൾക്ക് കിട്ടുന്നത് 48 ലക്ഷം രൂപയാണ് നിൽക്കും. ഈ 48 ലക്ഷം രൂപ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണ് തള്ളിപ്പോവും. ഇതിനാണ് നമ്മൾ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ എന്താ? അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ റിട്ടേൺ കാൽക്കുലേഷൻ ഒന്നുകിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം,
അല്ലെങ്കിൽ നമ്മൾ അവരെടുത്ത് ചോദിക്കണം, നിങ്ങൾക്ക് ഇതിന് ആനുവൽ റിട്ടേൺ എത്ര വരും? ഇല്ലെങ്കിൽ നമുക്കിത് വളരെ സിമ്പിൾ ആയിട്ട് ഇന്ന് നമുക്ക് ChatGPT ഉണ്ട്, ജെമിനി AI ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്, ഇത് ഇത്തരത്തിലുള്ള ടൂൾസുകളുണ്ട്. ഇത്തരത്തിലുള്ള ടൂൾസിനടുത്ത് ചോദിച്ചാൽ ഇതിന് കൃത്യമായ ആൻസർ പറയും. ഇതൊന്നുമില്ലെങ്കിൽ പോലും സിമ്പിൾ ആയിട്ട് ഒരു എക്സലിന്റെ സഹായത്തോടു കൂടി നമുക്ക് ഈ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് ആനുവലി എത്ര കിട്ടുന്നു എന്നുള്ള റിട്ടേൺ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ഈ കണ്ടുപിടിച്ചാണ് ഈ ചാർട്ടിൽ കാണുന്നത്. അതായത് ഇവിടെ നമുക്ക് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആനുവലി കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 3.69% ആണ്. 3.69%. ഇന്ന് ഒരു സേവിങ്സ് ബാങ്കിൽ കൊണ്ടുപോയി നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ പോലും നമുക്ക് 3.6 തൊട്ട് 4% പലിശ കിട്ടുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് 3.6% തരുന്നത്. എന്തൊരു കഷ്ടമാണ് നോക്കിയേ. ഇതല്ല സംഭവം. ഇനി ഇതേ സംഭവം നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് പോലത്തെ, ശരിക്കും മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്കപ്പെട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്ന സാധനമാണിത്, ഇത്തരത്തിലുള്ള പ്ലാനുകൾ. പക്ഷെ ഇതിന് പുറമെ ശരിക്കുമുള്ള മ്യൂച്വൽ ഫണ്ടിൽ നമ്മളൊരു SIP ആയിട്ട് ചേർന്നു എന്ന് വിചാരിക്കുക. ഈ 12 കൊല്ലം ഈ പറയുന്നത് പോലെ നമ്മൾ 2 ലക്ഷം രൂപ വെച്ച് നമ്മൾ അടക്കുന്നു. 12 കൊല്ലം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ക്യാഷ്, അതുകൊണ്ടാണ് ഇതിന്റെ നെഗറ്റീവ് എന്നിട്ടുള്ളത്, മൈനസ് എന്നിട്ടുള്ളത്. നമ്മൾ അടക്കുന്നു. എന്നാൽ ഇതേപോലെ നമ്മൾ 1,15,000 രൂപ വെച്ച് 52 കൊല്ലം വരെ, 18ാമത്തെ കൊല്ലം തൊട്ട് 52ാമത്തെ കൊല്ലം വരെ, ഏകദേശം 35 വർഷം നമ്മൾ ഇന്ന് വിഡ്രോ ചെയ്തെടുക്കുന്നു. ഇതേ കാൽക്കുലേഷൻസ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. പക്ഷെ അതിനു മുന്നേ മ്യൂച്വൽ ഫണ്ട് നമുക്ക് എന്ത് റിട്ടേൺ തരുന്നു? ഇതാണ് ഇവിടെ നോക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇൻഡെക്സ് ആണ് നിഫ്റ്റി 50 ഇൻഡെക്സ് എന്ന് പറയുന്നത്. നിഫ്റ്റി 50 ഇൻഡെക്സ് ഓരോ വർഷവും കൊടുത്തിട്ടുള്ള റിട്ടേൺ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അതായത് 3 മാസം എന്ത് റിട്ടേൺ കൊടുത്തു, 1 ഇയർ, 3 ഇയർ, 5 ഇയർ, 10 ഇയർ. ഇതിൽ നമുക്ക് ഏറ്റവും മിനിമം 10 വർഷമായിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഇൻഡെക്സ് ആയിട്ടുള്ള വളരെ ബേസിക് ഇൻഡെക്സ് കൊടുത്ത റിട്ടേൺ എന്ന് പറയുന്നത് 14.10% ഈ 14.10% ആനുവലി കൊടുത്തിട്ടുള്ള റിട്ടേൺ ആണ്. ഈ റിട്ടേൺ വെച്ച് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ ഈ പറഞ്ഞ 2 ലക്ഷം നമുക്ക് നോക്കാം. ഈ 2 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ 2 ലക്ഷം വെച്ചിട്ട് 12 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് എല്ലാ വർഷവും 18ാമത്തെ വർഷം തൊട്ട് നമ്മൾ 52ാമത്തെ വർഷം വരെ നമ്മൾ 1,15,000 വെച്ച് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാലും മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് നമുക്ക് അവസാനം എത്ര ലക്ഷം അല്ലെങ്കിൽ എത്ര കോടി രൂപ കാണും? 48 ലക്ഷം അവരവിടെ തരുന്ന അതേ സ്ഥലത്ത് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നിങ്ങൾക്ക് 8.9 കോടി രൂപ ബാലൻസ് ഉണ്ടാവും. നിങ്ങൾ ആലോചിക്കണം, 48 ലക്ഷത്തിന്റെ എത്ര ഇരട്ടിയാണ് 8.9 കോടി? അപ്പൊ നമ്മളത് ആലോചിക്കുക. നമ്മൾ പോയി പെട്ടുപോകുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് നിഫ്റ്റി 50 ഇൻഡെക്സ് തരുന്ന 14.10 റിട്ടേൺ പോലും ഇല്ലാത്ത ഒരു റിട്ടേൺ ഉള്ള ഇൻവെസ്റ്റ്മെന്റിലാണ് ഇവര് നമ്മളെ കൊണ്ടുപോയി പെടുത്തി വെക്കുന്നത്. ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് നമ്മൾ കണ്ടു 3.69. എന്നാൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിട്ടേൺ 14.90 നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ നമുക്ക് 53ാമത്തെ വർഷം 48 ലക്ഷം കിട്ടുന്ന സമയത്ത് മ്യൂച്വൽ ഫണ്ട് നമുക്ക് തരുന്നത് 8.9 കോടി. ഇതും ഇത്രയും ഡാറ്റ നമുക്ക് ക്ലിയർ ആണ്, നമുക്കിതിൽ ഡൗട്ട് ഇല്ല. ഇനി നമ്മൾ അടുത്ത വിഷയത്തിലോട്ട് കടക്കുന്നു. ഇതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സംഗതി. നമ്മൾ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ നമ്മൾ മറന്നു പോകുന്ന കാര്യമാണ്. ഇന്ത്യയിലുള്ള ഓരോ സംസ്ഥാനത്തിന്റെയും ഇൻഫ്ലേഷൻ ഡാറ്റയാണ് ഇപ്പൊ നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേരള ഈസ് ദി ഹൈയസ്റ്റ് ഇൻഫ്ലേഷൻ സ്റ്റേറ്റ്. അത് ഇൻഫ്ലേഷൻ എന്തുകൊണ്ട് കൂടി എന്നൊക്കെ ഉള്ളത് വേറെ വലിയൊരു കഥയാണ്. നമ്മൾ ആ വിഷയത്തിലോട്ടേ പോകുന്നില്ല. അത് ഗവൺമെന്റ് പോളിസികളിലും മറ്റും ഒരുപാട് ഫിനാൻഷ്യൽ ടോപ്പിക്കിലോട്ടായിരിക്കും ആ ഒരു ഡിസ്കഷൻ പോകുന്നത്. തൽക്കാലം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ നോക്കുന്നത് കേരളത്തിന്റെ ഇൻഫ്ലേഷൻ റേറ്റ്, കേരളം നിൽക്കുന്ന ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 8.56 കേരളത്തിന്റെ. വേറെ ഏത് സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും, ഇപ്പൊ ഏത് സംസ്ഥാനം, നമ്മൾ അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടക എടുത്താലും തമിഴ്നാട് എടുത്താലും ഈ പറഞ്ഞതുപോലെ 2, 1 എന്നൊക്കെ പറഞ്ഞ ലെവലിലാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മളെ കേരള സംസ്ഥാനം നിൽക്കുന്നത് 8.56 നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ്. നിങ്ങൾ നോക്കണം എത്ര കൂടുതലാണ്. ഈ ഇൻഫ്ലേഷനും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം നമ്മുടെ കാൽക്കുലേഷൻ. നമ്മൾ ആരും ഇത് ചെയ്യാറില്ല. നമ്മൾ പറയും
10 വർഷം കഴിഞ്ഞ് 30 ലക്ഷം രൂപ കിട്ടും, 40 ലക്ഷം രൂപ കിട്ടും. നമ്മൾ SIP കാൽക്കുലേറ്റേഴ്സ് എടുത്ത് SIP കാൽക്കുലേഷൻ എല്ലാം ചെയ്യും. പക്ഷേ ഈ ഒരു സംഭവം കൂടി നമ്മൾ ചെയ്തു നോക്കാനുള്ള മനസ്സ് കാണിക്കണം. എന്താണ് ഈ പറയുന്ന 8.56 അതും കൂടി നമ്മളൊന്ന് ഫാക്ടറൈസ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കണം. ആ വാല്യൂ കൂടി നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഹാർഡ് റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് 8.56 ഇൻഫ്ലേഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് ഇന്നുള്ള 75.8 പൈസ, അതായത് റഫായിട്ട് നമുക്ക് പറയാം 75 രൂപ എടുത്താൽ ഇന്നത്തെ 75 രൂപ എന്ന് പറഞ്ഞാൽ ഇതേ ഇൻഫ്ലേഷൻ ആണ് ഉള്ളതെങ്കിൽ 52 വർഷം കഴിയുമ്പോൾ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 രൂപയാണ്. 75 മടങ്ങ് താഴെയാണ് എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ ഈ 48 ലക്ഷം രൂപ നമുക്ക് 53 വർഷം കഴിഞ്ഞിട്ട് കിട്ടിക്കഴിഞ്ഞാൽ 48 ലക്ഷത്തിന് 75 മടങ്ങ് നമ്മൾ കുറക്കണം. 75 മടങ്ങ് താഴ്ത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് ഏകദേശം ഈ പറഞ്ഞ പോലെ 63,324 ഞാൻ കളർ ഒന്ന് മാറ്റി ചെയ്യാം. ഓക്കെ, 63,324 രൂപയാണ് നമുക്ക് ഇപ്പൊ നമ്മൾ 48 ലക്ഷം എന്ന് കഴിക്കുമ്പോൾ നമ്മളെ കണ്ണ് തള്ളി പോകുന്നിടത്ത് ഈ 48 ലക്ഷത്തിന് അന്ന് വെറും 63,000 റുപ്യ വാല്യൂ ഉള്ളൂ. എന്ത് കഷ്ടമല്ലേ? എന്നാൽ ഇതേ സമയം നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇടുകയാണെങ്കിലോ, മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് 8.9 കോടിയാണെന്ന് അറിയാം അവസാനം കിട്ടുന്നത്. അതിന്റെ 75 മടങ്ങ് ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അന്ന് എത്ര വാല്യൂ ഉണ്ടാവുള്ളൂ? 11.7 ലക്ഷം രൂപ വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പൊ മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടിട്ടേ നമുക്ക് 11.7 ലക്ഷം രൂപയുള്ളൂ. അത് 14% റിട്ടേൺ കിട്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ബാങ്കിൽ കിട്ടുന്ന 4%, 5%-ത്തിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതേപോലത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇൻഷുറൻസ് കം മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള ഗ്യാരണ്ടീഡ് പ്ലാൻസ്. അതിൽ ചെയ്താൽ 53 വർഷം കഴിയുമ്പോൾ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇന്നത്തെ 63,000 റുപ്യന്റെ വാല്യൂ ഉണ്ടാവുള്ളൂ എന്ന് ചുരുക്കം. എന്നാൽ മ്യൂച്വൽ ഫണ്ടില് ഇന്നത്തെ 11.74 ലക്ഷത്തിന്റെ വാല്യൂ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ആലോചിക്കാം, നമ്മൾ ബാങ്കിൽ ഇടുമ്പോൾ എത്രത്തോളമാണ് നമ്മുടെ പൈസയുടെ മൂല്യം കുറഞ്ഞു പോകുന്നത്. ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് കം മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് മിസ്സെല് ചെയ്യപ്പെടുന്ന ഒരുപാട് പ്ലാൻസുകൾ ഉണ്ട് അല്ലെ? നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഇന്നിപ്പോ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള യൂലിപ്പ് പ്ലാൻസുകളിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഗ്യാരണ്ടീഡ് പ്ലാൻസും അവതരിപ്പിക്കുന്ന സമയത്ത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന 8.56 പോലും മറികടക്കാൻ അതിന് സാധിക്കുന്നില്ല. ആ സമയത്താണ് 3.6, 3.4, 5, 6% റിട്ടേൺ തന്നു കഴിഞ്ഞാൽ നമ്മുടെ പൈസയുടെ മൂല്യം ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിൽ ഇടുന്നതോടുകൂടി ആ മൂല്യം ഇല്ലാതായി പോവാണ്. ഇന്നുള്ള 75 രൂപയുടെ വാല്യൂ ആണ് 53 വർഷം കഴിഞ്ഞ് 1 രൂപയായിട്ട് മാറുന്നത്. ആ സമയത്ത് എങ്ങനെ നമുക്കിത് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് മാറും? ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇത് വർത്താവില്ല. 53 കൊല്ലം കഴിഞ്ഞ് ഇന്നത്തെ 48 ലക്ഷം അല്ല, 53 കൊല്ലം കഴിയുമ്പോൾ വെറും 63,000 രൂപയുള്ളൂ. ഇന്നത്തെ 8.9 കോടി 53 വർഷം കഴിയുമ്പോൾ എത്ര ഉണ്ടാവുള്ളൂ? ഈ പറഞ്ഞ പോലെ 11.7 ലക്ഷം രൂപ. അറ്റ്ലീസ്റ്റ് അതിനെ മറികടക്കാനെങ്കിലും ഇന്ന് കഴിയുന്നത് മ്യൂച്വൽ ഫണ്ട് പോലത്തെ ഇൻഫ്ലേഷൻ റേറ്റിനെ ബീറ്റ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റുകൾക്കാണ്. അപ്പൊ മ്യൂച്വൽ ഫണ്ട് പോലത്തെ ഇൻഫ്ലേഷനെ മറികടക്കാൻ സാധിക്കുന്ന ഇൻസ്ട്രുമെന്റുകളിൽ SIP പോലത്തെ ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യാൻ സാധിക്കുന്നവർ ലംസം പോലത്തെ ഇൻവെസ്റ്റ്മെന്റുകളും ബൾക്കായിട്ട് ഒറ്റ ടൈമിൽ ചെയ്യാതെ വളരെ ബാച്ച് ബൈ ബാച്ച് ആയിട്ട് ചെയ്തുകൊണ്ട് മാത്രമേ ഈ പ്രൈസിന്റെ കൂടലിനെ, അതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്, ആ ഇൻഫ്ലേഷനെ നമുക്ക് മറികടക്കാൻ നമ്മുടെ കറൻസിയുടെ മൂല്യം, നമ്മുടെ വാല്യൂ നമുക്ക് മറികടന്ന് അതിന്റെ മുകളിൽ എത്തിക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ നല്ല സമയത്ത് ഏറ്റവും മികച്ച രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മ്യൂച്വൽ ഫണ്ടുകള്, ETF-കള്, സ്റ്റോക്കുകള്, ഇത്തരത്തിലുള്ള എല്ലാ അസറ്റുകളെ കുറിച്ചിട്ടും ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയിൽ വരുത്തുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടെല്ലാം ഞാൻ എൻ്റെ യൂട്യൂബ് മെമ്പർ കമ്മ്യൂണിറ്റിയിൽ മോസ്റ്റ്ലി ഡേ ടു ഡേ എന്ന് പറഞ്ഞ നിലക്ക് ഞാൻ അതിൽ പോസ്റ്റുകൾ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് മെമ്പർ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് 1 മാസം സബ്സ്ക്രിപ്ഷൻ എടുത്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയം അതിനകത്ത് നിന്ന് എക്സിറ്റ് ആവാം.
ഇതാണ് ഇതിന്റെ ഒരു കാര്യം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ, മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കുകൾ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നായിട്ട് പേഴ്സണലായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ റിസ്കുകൾ, നിങ്ങളുടെ ഫ്യൂച്ചർ ആവശ്യങ്ങൾ, നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട് നല്ല ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി വളരെ അച്ചടക്കത്തോടു കൂടി വളരെ ഡിസിപ്ലിൻ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഈ വളരെ വലിയ നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഈ ബ്ലോക്കിനെ നമുക്ക് മറികടന്ന് നല്ലൊരു വെൽത്ത് നമുക്ക് ഫ്യൂച്ചറിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ഏറ്റവും നല്ല പ്രായത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ നമ്മൾ വളരെ നേരത്തെ പറഞ്ഞ പോലെ ഡിസിപ്ലിൻ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് തുടങ്ങുക എന്നുള്ളത് മാത്രമേ അതിനുള്ളൊരു വഴിയുള്ളൂ. എല്ലാവർക്കും അത്തരത്തിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അതുവഴി വളരെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് വിശ്വസമുണ്ട്. അതെല്ലാം എല്ലാവർക്കും നിറവേറ്റാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് അടുത്ത ആഴ്ചകളിൽ മറ്റു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.